കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരം എടുത്തു നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. ഇരു ടീമുകളും മാറ്റിവെച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് 9 വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒഡീഷയ്ക്കാകട്ടെ 6 വിജയം മാത്രമാണ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇതിലൊരു മുൻതൂക്കമുള്ളത്. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിൽ ഭുവനേശ്വറിൽ ഒഡീഷയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒഡീഷയെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നം. അത് തന്നെ ഭുവനേശ്വറിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കുമ്പോഴും ആവർത്തിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്നാൽ അത് ആവർത്തിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ത്രിമൂർത്തികൾ തിരികെ എത്തുകയാണ്. ഫെഡോർ ചാനിച്ച്, എഡ്രിയാൻ ലൂണ ആൻഡ് ദിമിത്രിയോസ് ഡയമതക്കോസ്. ഈ 3 താരങ്ങൾ എത്തുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നില വേറെ ലെവലാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ISL ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കോംബോ തന്നെയാണ് ഫെഡോർ ലൂണ ദിമി കോംബോ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ ത്രിമൂർത്തികൾ ഭുവനേശ്വറിൽ സൃഷ്ടിക്കുന്ന ആ മാന്ത്രിക വിദ്യയ്ക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാം വെള്ളിയാഴ്ചയാവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫ്രൈഡേ രാത്രി 7:30 ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു മാന്ത്രിക വിദ്യ തന്നെ ലൂണയിൽ നിന്നും ലൂണയുടെ സംഘത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ലൂണയുടെ കംബാക്ക് അത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മികച്ചൊരു തുടക്കം തന്നെ ലൂണയ്ക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.